ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഴംപൊരിയും ബീഫാണ് ഉണ്ടാക്കി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചുമ്മാ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേനും ഒരു വീഡിയോയിൽ പഴംപൊരിയും ബീഫിൻ്റെയും കൂടെ ഒരു റീൽ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് നല്ല കൊതി വന്നു, കഴിക്കാനായിട്ട് നല്ല ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ പഴംപൊരിയും ബീഫും ആ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബീഫും പഴവും സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കാം അടിപൊളിയാണോ ഇല്ലയോ. ഓക്കെ, നമ്മൾ ബീഫ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കറുവാപ്പട്ടയും ഏലക്കായും 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 സവോള ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി കുറച്ച് നേരം ഇതിൽ കിടന്നൊന്ന് വേവണം. നമ്മൾ ജസ്റ്റ് കുക്കറിൻ്റെ അടപ്പൊന്ന് എടുത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീഫിലുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വരും. ഇനി നമ്മളിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം മുളക് പൊടി, ഇത് കാശ്മീരിയും അതുപോലെ എരിവുള്ള മുളകും കൂടെ ഒരുമിച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് തന്നു വിട്ടതാണ്. പിന്നെ ഞാൻ ഇട്ടത് പെരിഞ്ചീരവും കുരുമുളകും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും മാത്രമേ ഞാൻ പൊടികളായിട്ട് ഇതിൽ ചേർക്കുന്നുള്ളൂ. മീറ്റ് മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് മസാലയുടെ ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല. മാത്രമല്ല എൻ്റെ അമ്മ വീട്ടിൽ ഇങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കാറ്. എനിക്ക് ഈ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു മീറ്റിൻ്റെ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വിസിലടുപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 12 വിസിലുമാണ് അടുപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കുക്കർ തൊടാനായിട്ട് പോകണ്ട. പ്രഷറൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ആ ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ 2-3 വിസിലും കൂടെ അടുപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ നല്ലപോലെ കറി നല്ല കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വേവ് പോരാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 3 വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ പിന്നെയും അത് കുറുകിപ്പോവും. ചിലപ്പോൾ അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. മസാലയും ഉപ്പും എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി. നിങ്ങൾ എന്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ മധുരത്തിന് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കുകയാണ്. ഇത് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇത് കുറച്ചും കൂടെ ഒരു ഹെൽത്തിയർ സൈഡാണ്. എണ്ണയിൽ വറുത്ത ഐറ്റംസ് ഹെൽത്തി അല്ല എന്ന് അറിയാം. പക്ഷേ എന്നാലും നമ്മൾ മൈദയും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും അതെല്ലാം ഇട്ട് കഴിക്കുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ നമ്മൾ നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമ്മളിനി മറിച്ചിടുകയാണ്. അപ്പോൾ അടുത്ത സൈഡും കൂടെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള എക്സ്ട്രാ എണ്ണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ അത് അബ്സോർബ് ചെയ്ത് പൊക്കോളും. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് 2-3 ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുത്തത്. കാരണം ഇത് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട എണ്ണയാണ്. അപ്പോൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ വെറുതെ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ
നമ്മൾ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ മിച്ചം വരുന്ന മാവ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയും ബീഫും മാത്രം കഴിച്ചതുകൊണ്ട് നമ്മുടെ വയറ് നിറയില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. കുക്കർ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വഴന്ന് വരേണ്ടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. അതിലേക്ക് നമ്മൾ കിസ്മസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചേർക്കുന്നതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ പാത്രത്തിലൊന്നും മൂപ്പിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടതൊരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ വിസിലടുപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിടിലൻ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാണ്. ഇപ്പോൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെയ്ച്ചോറ് ഇരിക്കുന്നത്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിയെടുക്കരുത്, ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ വെതറിയാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, കാര്യം അത് കട്ട പിടിച്ച പോലെ ആയിപ്പോവും. അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞു ഇന്ന് ഇവിടെ പഴംപൊരിയും ബീഫും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ബൈ. ബൈ. A few moments later. ഹലോ ഗൈസ്, ആദ്യം ഞങ്ങൾക്ക് കുറച്ചൊരു ചമ്മലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതൊരു മത്സരം പോലെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ച് വന്നപ്പോൾ ആ കോമ്പിനേഷൻ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയത് മൈദ യൂസ് ചെയ്തിട്ടല്ല, ഷുഗർ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഇല്ല, നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഞാൻ മറ്റേ ഇതില് മൈദ വെച്ചിട്ടുള്ളത് കഴിച്ചിട്ടില്ല. മൈദ അല്ലേ ഇത് ഗോതമ്പ്? അല്ല, മൈദ വെച്ചുണ്ടാക്കിയിട്ടുള്ളത് കഴിച്ചിട്ടില്ല. ഇത് ഗോതമ്പല്ലേ? ഗോതമ്പാണ്. അപ്പൊ മൈദ വെച്ചുള്ളത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് അടിപൊളിയാട്ടോ. പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഉണ്ട്, അത് പോയി കണ്ടാൽ മതി എല്ലാവരും. അതല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മള് മൈദ വെച്ചിട്ടുള്ള പഴംപൊരി ആണല്ലോ മോസ്റ്റ്ലി കഴിക്കാറ്. ഗോതമ്പും ശർക്കരയും വെച്ചിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ തോന്നുന്നുണ്ടോ? ടേസ്റ്റില് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇതാണോ? എനിക്കും ഇതാ ഇഷ്ടപ്പെട്ടത്. അടിപൊളിയല്ലേ? എൻ്റെ അമ്മ ഇങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. നമ്മൾ വീട്ടിൽ മൈദ വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാറ്. പക്ഷെ പഞ്ചസാരയാണ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ശർക്കര ഇടുന്ന കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. ബീഫ് ഉണ്ടാക്കുമ്പോൾ എന്താണേലും പഴംപൊരി നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.